ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. അർച്ചന, പ്രഗ്നൻസി കിറ്റ് റെഡി. അല്ല, താനെന്തിനാ വാതിലടച്ചേ? എന്ത് പണിയാ സച്ചിൻ കാണിച്ചേ? ആരോടും പറയാതെ പോയി വാങ്ങണമെന്നല്ല ഞാൻ പറഞ്ഞിരുന്നേ. ഇതിപ്പോ ഇവിടെ എല്ലാവരും അറിഞ്ഞു. അച്ഛൻ വരെ വന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ആകെ വല്ലാണ്ടായി പോയി. അത് കൊള്ളാം. അതിന് ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ. സച്ചേട്ട് പിന്നെ സന്ദീപിനോട് പറഞ്ഞില്ല? അത് പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പോയപ്പോ സന്ദീപിനെ കണ്ടു. സന്തോഷം കൊണ്ട് ഞാൻ അവനോട് മാത്രം പറഞ്ഞു. അവനോട് മാത്രം പറഞ്ഞു പോലും. അവനത് ആതിരയോട് പറഞ്ഞു. അവൾ ഇവിടെ എല്ലാവരോടും പറഞ്ഞു. ഇനി അറിയാൻ ഒരാൾ പോലും ബാക്കിയില്ല. ഇതിനേക്കാളും നല്ലതേ ഒരു മയക്ക് വെച്ച് കെട്ടി പറയുന്നതായിരുന്നു. എടോ, അതിനെന്താ, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. നമ്മൾ എത്ര നാളായിട്ട് ഈ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുക. നമ്മൾ മാത്രമല്ല, ഇവിടെ എല്ലാവരും. സന്തോഷം കൊണ്ടല്ലേ ആദരെല്ലാരോടും പറഞ്ഞത്. ഈ സച്ചേന്റെ ഒരു കാര്യം, ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്ന വിശേഷമായോ ചോദിക്കുമ്പോ എന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സച്ചേട്ടാ, ഇതൊക്കെ നമ്മൾ മാത്രം സ്വകാര്യമായിട്ട് നോക്കി അറിഞ്ഞിട്ട് എല്ലാവരോടും പറഞ്ഞാ പോരായിരുന്നോ? എന്നിട്ടൊന്ന് ചിരിക്കുന്നുണ്ടല്ലേ. എന്ത് ചെയ്യാനോടോ, പറ്റിപ്പോയി. താൻ വിട്ടുകളാം. എടോ, താനൊരു അമ്മയും ഞാനൊരു അച്ഛനും ആകാൻ പോകുന്നതിന്റെ അഭിമാനത്തെക്കാൾ വലുതായി വേറെ നമുക്ക് എന്താ ഉള്ളത്? അതൊക്കെ ശരി തന്നെയാ. എന്നാലും ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ വിട്ടേക്ക്. താൻ ആദ്യം സംഗതി സത്യമാണോ നോക്ക്. എനിക്ക് ടെൻഷൻ കൊണ്ട് നിൽക്കാൻ വയ്യ. എന്താ ഉദ്ദേശം? എന്തുദ്ദേശം? താനൊന്ന് പെട്ടെന്ന് നോക്ക്. ദാ, ഒന്ന് എണീറ്റ്. എന്തിന്? പറയാം, എണീക്ക്. എഴുന്നേക്കാൻ കാര്യം പറ. എന്താ ഞാൻ പറയാം, വന്നേ. എന്താ? എന്തിനാ? അല്ല അർച്ചന, ഞാനെന്തിനാ പുറത്തു പോന്നേ? ഇറങ്ങ, പുറത്തിറങ്ങ. ഞാൻ ഇറങ്ങി പോ. എന്താ ഇതെന്താ സച്ചിയുടെ പുറത്താക്കുന്നേ? അതെ, ഞാൻ തെറ്റ് ചെയ്തു. പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനുള്ള കിറ്റ് വാങ്ങാൻ പോകുന്നത് ഇത്രയ്ക്കും വലിയ കുറ്റമാണോ? സന്ദീപേ, നിന്നോട് ഞാൻ ആരോടും പറയില്ലെന്നല്ലേ പറഞ്ഞത്? അത് ഞാൻ ഇവളോട് മാത്രമേ പറഞ്ഞുള്ളൂ. ഓഹോ, അതിനിപ്പോ എന്താ? ഇതങ്ങനെ ഒളിച്ചു വെക്കേണ്ട കാര്യമാണോ? അതിരിക്കട്ടെ, ചേച്ചി നോക്കിയോ? ഇല്ലെന്നേ. നോക്കാൻ പറഞ്ഞാനാ എന്നെ പിടിച്ച് പുറത്താക്കിയത്. ഞാൻ വരണോ? ഇവളെ പിടിച്ചോ. ഇതൊക്കെ നോക്കിയേ, നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാ അല്ലേ? ആരും വരണ്ട, ഞാൻ നോക്കിക്കോളാം. അല്ല അർച്ചന, ഞാൻ